എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയുകയാണ്. ഓരോ ദിവസവും നമ്മൾ ഈ മരണ വാർത്തകൾ പറയുമ്പോൾ അത്യധികം വ്യസനത്തോടു കൂടിയാണ് ഈ വാർത്തകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. ഇന്നിപ്പോൾ 3 മണിയോടുകൂടി നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്നത് ചാലക്കുടിയിലൊരു അതുല്യ കലാകാരനായി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിച്ചേട്ടനൊക്കെ ശേഷം ഒരുപക്ഷെ ഏറ്റവും ഉന്നതമായ ലെവലിലേക്ക് എത്തേണ്ട ഒരു കലാകാരൻ സുധീർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഗായകനും ആർട്ട് ഡയറക്ടറും, എന്താ പറയുക, എല്ലാ കലകളുടെയും സർവകലാവല്ലഭനായിട്ടുള്ള ഒരു ചേട്ടൻ. അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് 3 മണിക്ക്. ഞാനിപ്പോൾ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന് വീട്ടിൽ വാതിൽ തുറക്കാൻ പറ്റാതെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ പ്രഷർ കൂടി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഈ സുധീരേട്ടനെ ഇവിടെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഇന്ന് 3 മണിയോടുകൂടിയാണ് മരണവാർത്ത അറിയുന്നത്. ഒരുപാട് കലാകാരന്മാർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സുധീർ എന്ന് പറയുന്ന ഈ കലാകാരൻ ഗായകനായിട്ടാണ് നമ്മുടെ ഈ ചാലക്കുടിയിലെ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരുപാട് ഗാനമേളകളിൽ ഗായകനായി നിന്ന് നല്ല മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടായിരുന്നു കലാരംഗത്തേക്ക് അദ്ദേഹത്തിന് വളർച്ച. അതിനുശേഷം ആർട്ട് ഡയറക്ടറായി നന്നായി പടം വരയ്ക്കുന്ന, ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കലാകാരൻ കൂടിയായിരുന്നു സുധീരേട്ടൻ. ദിവ്യൻ ജ്ഞാനേന്ദ്രത്തിൻ്റെ ഗുഡ്നസ് ചാനലിൽ ആർട്ട് ഡയറക്ടറായിട്ട് കുറേ നാൾ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം സിനിമകളിൽ ഈ ആർട്ട് ഡയറക്ടറുടെ സഹായിയായിട്ട് അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിരുന്നു. ഇപ്പോൾ അടുത്തിറങ്ങിയ നമ്മുടെ എമ്പുരാൻ സിനിമ, ഇപ്പോൾ വരാൻ പോകുന്ന തുടരും എന്ന് പറയുന്ന സിനിമ, അതിലൊക്കെ ആർട്ട് ഡയറക്ടറുടെ സഹായിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരി ചാലക്കുടിയിലെ ഏത് വ്യക്തിയും അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിയുമ്പോൾ പറയുന്നത് അത് നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു നഷ്ടപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഒരുപാട് കലാകാരന്മാർ ഇവിടെ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചാലക്കുടിയിലെ കലാകാരന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ വളരെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തേണ്ട സുധീർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കലാകാരൻ വേർപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാർത്തിക, അച്ഛൻ സുബ്രഹ്മണ്യൻ, അമ്മ രാധ, 2 സഹോദരിമാരാണുള്ളത്, സുരഭി, സുഭാഷി. മൃതസംസ്കാര കർമ്മങ്ങളെ പറ്റിയൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഈ നടുങ്ങുന്ന വാർത്ത കേട്ട് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കലാകാരന്മാർ. സുധീർ അസാധ്യ ഒരു കലാകാരനാണ്. പാട്ട് മാത്രമല്ല, എന്താ പറയുക, കലാസംവിധാന രംഗത്ത് വളരെ മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന കലാകാരനാണ്. എമ്പുരാനടക്കം നിരവധി പടങ്ങൾ ചെയ്ത് ക്ലാസിക്കൽ പാട്ടൊക്കെ വളരെ ഗംഭീരമായിട്ട് നല്ലൊരു കലാകാരനാണ്. എന്നാൽ അദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് പറയാം ഒരു സാധാരണക്കാരൻ ഒരാളായിട്ട് എപ്പോഴും എല്ലാവരും വളരെ വിനയത്തോട് ഇടപെടുന്ന പ്രിയപ്പെട്ട സുഹൃത്തിനെ വേർപാട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ഒരു പടം അദ്ദേഹം ഒരു 3-4 മാസം പടം എൻ്റെ വരച്ചെനിക്ക് തന്നത്. ആദ്യമായിട്ടൊരു പടം എനിക്ക് വരച്ചിരുന്നത് പുള്ളിയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, വലിയൊരു സൗഹൃദം ഉണ്ടായിരുന്നു. വലിയൊരു കലാകാരൻ്റെ ഒരു തീരാനഷ്ടം ചാലക്കുടിയിൽ സംഭവിച്ചത്. സുധീർ നല്ലൊരു സുഹൃത്തായിരുന്നു. ഞാൻ വളരെ ഞെട്ടലോടുകൂടിയാണ് ഇത് ഞാൻ കേട്ടത്. കാരണം ഉറങ്ങി കിടക്കുമ്പോൾ പുള്ളിക്ക് BP കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അറിഞ്ഞില്ല എപ്പോഴാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. പക്ഷെ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ പുള്ളി ബോഡി ഭയങ്കര വീക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. ബോഡി മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല. ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഡോക്ടർ പറഞ്ഞത് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞത്. സുധീർ എന്ന വ്യക്തിനെ ഓർമ്മിക്കുമ്പോൾ സുധീർ ചെറുപ്പം മുതലേ നല്ലൊരു ഗായകനായിരുന്നു. ഒരുപാട് ഗാനമേള വേദികളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഗാനമേള ട്രൂപ്പിലും അദ്ദേഹം സിംഗറായിട്ട് നിലനിന്നിരുന്നതാണ്. പിന്നെ അതിൽ നിന്ന് അദ്ദേഹം മാറി അദ്ദേഹം നല്ല രീതിയിൽ പടം വരയ്ക്കുന്ന ഒരു ചിത്രകലാകാരൻ കൂടിയാണ്. അതോടൊപ്പം ആൾക്ക് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഗ്രഹിച്ച് പുള്ളി ഡിവൈൻ്റെ ഗുഡ്നസ് ചാനലിൽ ഒരുപാട് വർഷം ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും പുള്ളിക്ക് തൃപ്തി വരാതെ എന്തുകൊണ്ടാണ് പുള്ളി സിനിമാ മേഖലയിലേക്ക് മാറി. ഒരുപാട് സിനിമകളിൽ നമ്മളിന്ന് കാണുന്ന ഒട്ടുമിക്ക എല്ലാ സിനിമകളും പുള്ളിയുടെ ഒരു കലാമേഖല പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ അടുത്തിറങ്ങിയ എമ്പുരാൻ എന്ന സിനിമ മോഹൻലാലിൻ്റെ കൂടെ, അതോടൊപ്പം മോഹൻലാലിൻ്റെ തുടരും എന്ന ചിത്രം ഇറങ്ങാനിരിക്കുന്ന ചിത്രം, അതുപോലെ നിരവധി ഒട്ടുമിക്ക എല്ലാ പടങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കലാകാരൻ വേർപിരിഞ്ഞ് പോകുമ്പോൾ ഇപ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഞങ്ങളെല്ലാവരും. ഇതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത്രയും ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു മരണം വരുമ്പോൾ. ചാലക്കുടിയിലെ ഏറ്റവും വളർന്നു വരുന്ന ഒരു നല്ല കലാകാരനായിരുന്നു. ഗായകനായും സംഗീത സംവിധായകനായും ഈ തൊട്ടടുത്ത കാലഘട്ടത്തിലെ സിനിമകളിലെ 2-3 സിനിമകളിലെ ആർട്ട് ഡയറക്ടർ സഹായിയായിട്ട് വർക്ക് ചെയ്ത സമ്പൂർണ്ണമായിട്ടൊരു കലാകാരനായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംബന്ധിച്ച് ഞങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് പോയിരിക്കുന്നതാണ്. ഞങ്ങളുണ്ടാക്കിയ ഹാർമണി എന്ന് പറയുന്ന ഗാനമേള ട്രൂപ്പിലെ പാട്ടുപാടി അതിനോടൊപ്പം ചേർന്ന് വന്ന കലാകാരനാണ്. ചാലക്കുടിയെ സംബന്ധിച്ചും പുരോഗമന കലാസാഹിത്യത്തെ സംബന്ധിച്ചും ചാലക്കുടി സാംസ്കാരിക മേഖലയ്ക്ക് അത് കനത്ത നഷ്ടം തന്നെയാണ്. ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക്, വളർന്നു വന്ന ഒരാളെന്ന നിലയ്ക്ക് വല്ലാത്ത നഷ്ടം തന്നെയാണ്. വേദനാജനകമാണ് സുധീറിൻ്റെ വേർപാട്. എല്ലാ തരത്തിലുള്ള ആദരാഞ്ജലികളും പുരോഗമന കലാസാഹിത്യ സംഘം ചാലക്കുടി മേഖലാ കമ്മിറ്റിയുടെ എല്ലാ തരത്തിലുള്ള ആദരാഞ്ജലികളും. സുധീരേട്ടനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണ് ഞാൻ. അപ്പോൾ
ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രോഗ്രാമിനെ കൂടിയില്ല. പക്ഷേ ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ആ ബന്ധം തുടർന്നു. നമ്മുടെ എന്ത് ദുഃഖത്തിലും ഒരു വിഷമത്തിലും അല്ലെങ്കിൽ സന്തോഷത്തിലും ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫാമിലി പോലെ എല്ലാവരും കൂടാണ്. ഇത് കലാകാരന്മാർക്കാണ് ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഇങ്ങനത്തെ അപകടങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേർപിരിഞ്ഞ് പോയ കുമാരനും അവരൊക്കെ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അയ്യപ്പൻ ചേട്ടന് വയ്യ. അപ്പോൾ ഈ കലാകാരന്മാർക്ക് എന്തോ ആപത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഭക്ഷണം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കല മാത്രം ആശ്രയിച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ് സുധീരേട്ടൻ. അപ്പോൾ ആ ജീവിതം ഫാമിലി തന്നെ എന്താ പറയുക നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്താ പറയുക നല്ലൊരു കലാകാരൻ എന്തോ ഡയറക്ഷൻ എല്ലാ മേഖലയിലും ഇപ്പോൾ എമ്പുരാൻ എന്നുള്ള സിനിമയുടെ സെറ്റിൻ്റെ മൊബൈൽ കൂടെ കാണിച്ചിട്ടാണ് പുറത്തേക്കൂടെയുള്ള പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലില്ല പറഞ്ഞിട്ട് എന്നെ കാണിച്ചു തന്നു ഇതൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതത്തോട് ആൾ നല്ലൊരു ലെവലിലേക്ക് എത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും. എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നത് ഇത് എന്താ പറയുക ചാലക്കുടിയിലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹാർമണി മ്യൂസിക് ബാൻഡ് അധിക നാളായിട്ടില്ല തുടങ്ങിയിട്ട്. അത് തുടങ്ങിയപ്പോൾ സുധീറിനെ പോലുള്ള വലിയൊരു കലാകാരൻ്റെ സപ്പോർട്ടോടു കൂടി അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മ്യൂസിക് ബാൻഡിൽ നെടുന്തൂണായിരുന്നു സുധീറിൻ്റെ ദീർഘകാലമായിട്ടുള്ള കലാരംഗത്തെ പരിചയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഹാർമണി മ്യൂസിക് ബാൻഡ് അതിൻ്റെ പരിപാടികൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോയിരുന്നു. വലിയ വഴികാട്ടിയായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഈ ഗായക സംഘത്തിനും കലാ പ്രവർത്തനങ്ങൾക്കൊക്കെ സുധീർ നൽകിയിരുന്നത് വലിയ സംഭാവനയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കുട്ടിക്കാലം മുതൽ ഉള്ള അടുപ്പുള്ള ആളുകൾ തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. ഒരു നാടിനെ തന്നെ വലിയ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആണ് സുധീർ യാത്രയായിട്ടുള്ളത്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കലാകാരൻ, ഞങ്ങൾക്ക് വെളിച്ചം പകർന്ന ആളാണ്. ഒരു നല്ല രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാട്ടുപാടി നല്ല രീതിയിലുള്ളൊരു ആർട്ടിസ്റ്റായി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനൊരു ആലോചന നടത്തിയത്. അങ്ങനെ ആലോചന നടത്തുമ്പോൾ ഞങ്ങൾക്ക് തീരെ ഒരു എന്താ പറയുക ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ ആത്മവിശ്വാസം പകർന്നു തന്നത് സുധീറാണ്. അവൻ്റെ നഷ്ടം ഞങ്ങൾക്കെന്നല്ല നമ്മുടെ നാടിന് തന്നെ വലിയൊരു നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. പറയാൻ വാക്കുകളില്ല. അതായത് നമ്മൾ ഇപ്പോൾ കലാകാരൻ എന്ന് പറഞ്ഞാൽ പാട്ട് മാത്രമല്ല ആൾ കലയിൽ പടം വരയ്ക്കും, ചിത്രകാരനാണ്, പിന്നെ സിനിമയുടെ പ്രോപ്പർട്ടികൾ, കോസ്റ്റ്യൂം, അങ്ങനെ എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന ഒരു കലാകാരനായിരുന്നു. അതുകൂടാതെ ഞാനായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മബന്ധം വേറെ ഉണ്ട്. എപ്പോഴും നമ്മൾ വന്ന് നമ്മുടെ അടുത്ത് വരവും കാര്യങ്ങളും അങ്ങനൊരു ആ ഒരു ബന്ധം ഭയങ്കര ഒരു ബന്ധം തന്നെയാണ്. ഈ ഇന്നലെ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളാകെ ഇതായിപ്പോയി. കാരണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കലാകാരൻ എന്നൊക്കെ പറയില്ലേ, അത് അങ്ങനെ പറയുന്നതിൽ ഒരാൾ തന്നെയാണ്. ആരുടെയും വളർച്ചയിൽ ഒരു വിഷമില്ലാത്ത ഒരു കലാകാരൻ. അതായത് നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന ഒരു കലാകാരൻ. എൻ്റെയൊക്കെ ഒരു പടം എല്ലാ കലാകാരന്മാരും ചാലക്കുടിയിലെ മിക്ക കലാകാരന്മാരുടെയും പടമൊക്കെ വരച്ച ആൾ അവരുടെ വീടുകളിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. പാഷാൻ ഷാജാൻ അടക്കം വരുന്ന ഷാജാൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. മണിച്ചേട്ടൻ്റെ അനുജൻ രാമകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു പാട്ട് മ്യൂസിക് ചെയ്ത ആൾ ഡയറക്റ്റ് ചെയ്തു. പൊൻസൂര്യൻ എന്ന് പറഞ്ഞൊരു ഇത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ചെയ്തതൊക്കെ ഇപ്പോൾ ഈ നേരത്തെ നമുക്ക് ഇല്ലാതെ വിളിച്ച് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ വേർപാട്ടിൽ ഒരുപാട് ദുഃഖിതരാണ് ചാലക്കുടി കലാകാരന്മാർ, ഒരു സംശയമില്ലാത്ത കാര്യം. കാരണം ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഓടി വന്നു, ഇന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാ ചാലക്കുടിയിലും എല്ലാ പ്രമുഖരായ കലാകാരന്മാരെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കിലാണ്. അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. അഞ്ജനം തോടും കുഞ്ഞു പൂക്കളും അഞ്ചിതമാം